ജനുവരി 24 ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സാലസ് സഭയിലെ വേദപാരംഗത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദ്ദേഹം ജനിച്ചത് സാമാന്യം അറിയപ്പെടുന്ന സാലസ് കുടുംബത്തിൽ 1566 ഫ്രാൻസിലെ ടോറൻസ് എന്ന സ്ഥലത്തായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാർ ഉത്തമ കത്തോലിക്ക ദമ്പതികളായിരുന്നു. അതിനാൽ തന്നെ ആ കുട്ടിയുടെ ശിക്ഷണം ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നടത്തുവാൻ ഇടവന്നു. അമ്മ പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ സംരക്ഷണവും പരിശീലനവും ഏറ്റെടുത്ത് പ്രത്യേകമായി പാവങ്ങളോട് കാരുണ്യവും കരുതലും കാണിക്കാൻ ബാലനായിരിക്കെ തന്നെ കുട്ടിയെ അഭ്യസിപ്പിച്ചു. അത് പിന്നീട് ഉടനീളം വിശുദ്ധന്റെ ജീവിതത്തിൽ നിഴലിച്ചു കാണാൻ ഇടവന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് 10ാം വയസ്സിലാണ് ആദ്യ കുർബാന സ്വീകരണം നടത്തുക. ജനുവായിലെ മെത്രാനായിരുന്നു ഫ്രാൻസിസിനെ ആദ്യ കുർബാനയ്ക്ക് കൊടുത്തത്. കുർബാന സ്വീകരണം കഴിഞ്ഞതിന് ശേഷം നന്ദി പിതാവിനോട് പറയാൻ വേണ്ടി മാതാപിതാക്കളോടൊത്ത് ഫ്രാൻസിസ് പിതാവിനെ സന്ദർശിക്കാൻ വേണ്ടി പോയ അവസരത്തിൽ പിതാവ് ഈ കുട്ടിയുടെ പ്രസന്നതയും നിഷ്കളങ്ക പ്രകൃതിയും പ്രസരിപ്പും വിനയഭാവവും ഒക്കെ കണ്ടിട്ടായിരിക്കണം മെത്രാൻച്ചൻ ഒരു പ്രവചനം എന്ന രീതിയിൽ അവിടെ വെച്ച് പറയുകയാണ്, ഈ ബാലൻ സഭയിലെ വലിയൊരു വിളക്കായി തീരാൻ ഇടവരും. യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പ്രവചനം അക്ഷരാശ ഈ ബാലനിൽ പൂർത്തിയായി എന്നുള്ളതാണ്. ബാലൻ പാരീസിലും പാദുവായിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഒരു വൈദികനായിട്ട് തീരാനുള്ള തന്റെ ആഗ്രഹം മാതാപിതാക്കന്മാരെ അറിയിക്കുന്നു. പിതാവിന് ഫ്രാൻസിസിനോട് അതിയായ വാത്സല്യം തോന്നിയതുകൊണ്ടും കൂടി ആയിരിക്കണം സെമിനാരിലേക്ക് പോകാൻ പിതാവ് വിസമ്മതിച്ചു. എന്നാൽ ഫ്രാൻസിസിന്റെ നിർബന്ധം നിമിത്തം അമ്മയുടെ പ്രേരണ മൂലം പിതാവ് മനസ്സോടുകൂടെ അനുമതി കൊടുക്കുകയാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫ്രാൻസിസ് സെമിനാരിയിൽ ചേരുകയും മുറ പോലെ വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം 27ാം വയസ്സിൽ 1593 ആണ്ടിൽ ഒരു വൈദികനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു ഫ്രാൻസിസ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അസാധാരണമായി എന്ന് തന്നെ പറയാം. ഉടനെ തന്നെ ആ കൊച്ചച്ഛനെ ഭദ്രാസന ദേവാലയത്തിൽ വികാരി എന്ന രീതിയിൽ നിയമിക്കുകയാണ്. സാധാരണ രീതിയിൽ അങ്ങനെയല്ല സഭയിലെ നടപ്പ്. ഏതെങ്കിലും ചെറിയ ഇടവകയിലെ അസിസ്റ്റന്റ് വികാരിയായിട്ട് നിയമിച്ച് വർഷങ്ങളുടെ പരിചയം കഴിയുമ്പോഴാണ് വികാരി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുക. എന്നാൽ ഫ്രാൻസിസിന് ആദ്യം തന്നെ നിയമനം കിട്ടിയത് അതും വികാരി എന്ന നിലയിലെ ഭദ്രാസന ദേവാലയത്തിലായിരുന്നു. വളരെ ബുദ്ധികൂർമ്മതയും ചടുലമായ പ്രകൃതിയും കൊണ്ട് ഫ്രാൻസിസ് ഫലപ്രദമായ രീതിയിൽ തന്റെ ഉത്തരവാദിത്വമായ ഇടവകയിൽ നിർവഹിക്കാൻ ഇടവന്നു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ അതോടൊപ്പം ഫ്രാൻസിസ് അച്ഛൻ ഒരു ക്ഷിപ്രകോപിയായിരുന്നു. അത് ഫ്രാൻസിസ് അച്ഛന് നന്നായിട്ട് അറിയാമായിരുന്നു. അതിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടി, ആ സ്വഭാവത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം ഫ്രാൻസിസ് അന്നേ ആരംഭിച്ചു. പക്ഷേ വിജയിക്കാൻ സാധിച്ചില്ല. 9 വർഷം വികാരി ജോലി നടത്തിയതിനു ശേഷം ആ അവസരത്തിലാണ് ജനീവ മെത്രാൻ നിര്യാതനാകുന്നത്. അങ്ങനെ ഒഴിവ് വന്ന സ്ഥാനത്തേക്ക് ഈ ഫ്രാൻസിസ് അച്ഛനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പിതാവായിട്ട്. അങ്ങനെ അദ്ദേഹം മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു. രൂപതയിലെ പല താത്വികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നൊക്കെ നയപരമായ രീതിയിലൊക്കെ അത് പരിഹരിക്കാൻ പിതാവിന് സാധിച്ചു. എങ്കിലും പിതാവിന്റെ ഈ ക്ഷിപ്രകോപ പ്രകൃതി പരിഹരിക്കാൻ സാധിക്കാതെ വിഷമിക്കുകയായിരുന്നു. ആ അവസരത്തിലാണ് തന്റെ രൂപതയുടെ അതിർത്തിയിൽ തന്നെ ഉണ്ടായിരുന്ന
ഒരു പ്രഭു കുടുംബവുമായിട്ട് പിതാവ് ബന്ധപ്പെടാൻ ഇടവരുന്നത്. ആ പ്രഭു ആ കാലത്തുണ്ടായിരുന്ന ഒരു യുദ്ധത്തിൽ ശത്രുക്കളുടെ ആക്രമണത്താൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടാകുന്നത്. യുവതിയായിട്ടുള്ള ഭാര്യ അങ്ങനെ വിധവയായി തീർന്നു. ഭാര്യ കുടുംബമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിതാവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനും ഇടവന്നു. ചില കുബുദ്ധികൾ, അസുഖകരമായിട്ടുള്ള വർത്തമാനത്തിന് പോലും അത് ഇടവരുത്തി. അവർ തമ്മിൽ പ്രേമമാണ് എന്ന രീതിയിൽ പോലും അത് പരസ്യപ്പെടാൻ ഇടവന്നതായിട്ട് ചരിത്രത്തിൽ നാം വായിക്കുന്നു. സത്യത്തിൽ ഈ വിധവയായിട്ടുള്ള യുവതി ഫ്രാൻസിസ് പിതാവിന്റെ സ്വഭാവത്തിന്റെ നേരെ വിപരീത ദിശയിലുള്ളൊരു സ്വഭാവക്കാരിയായിരുന്നു. കോപം എന്ന് പറയുന്നത് ആ യുവതിക്കില്ല. വളരെ ശാന്തവും അതിലേറെ ശാലീനതയും ക്ഷമയോടും കൂടി കാര്യങ്ങൾ അവധാനപൂർവ്വം ചെയ്യുന്നൊരു പ്രകൃതിക്കാരിയായിരുന്നു ഈ യുവതി. ഈ യുവതിയുടെ പേരാണ് ജെയിൻ ഷന്താൾ. ഫ്രാൻസിസും യുവതിയും തമ്മിലുള്ള സമ്പർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമേണ ഫ്രാൻസിസ് പിതാവിന്റെ ദേഷ്യം, ആ കോപപ്രകൃതിയിൽ നിന്ന് മോചനം കിട്ടി വളരെ ശാന്തമായിട്ട് യഥാർത്ഥത്തിൽ യോഗ്യനായിട്ടുള്ള ബിഷപ്പ്, ജെന്റിൽമാൻ ബിഷപ്പ് എന്ന് പരക്കെ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റ ശൈലിയാണ് പിന്നീട് അദ്ദേഹത്തിന് ജീവിതത്തിലൂടെ പ്രദർശിപ്പിക്കാനിട വന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം വളരെ ശാന്തവും ശാലീനവുമായിട്ടുള്ള ആ സ്വഭാവപ്രകൃതിയായിട്ടുള്ള ആ വ്യക്തിയുമായിട്ടുള്ള സമ്പർക്കത്തിലായിരുന്നു. അവരുടെ സമ്പർക്കം രക്ഷാകരമായ മാർഗത്തിലൂടെ വളർന്നു. അങ്ങനെ രക്ഷാകരമായിട്ടുള്ള ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കാലക്രമേണ ഈ യുവതി ഒരു സന്യാസിനിയായിട്ട് തീരുന്നു. അങ്ങനെ സന്യാസ പരിശീലനം പൂർത്തിയാക്കിയ ആ യുവതി ഒരു സന്യാസ സഭയ്ക്ക് തന്നെ രൂപം കൊടുക്കുന്നു. അതിന്റെ സ്ഥാപകയാണ് ഈ യുവതി. ആ സന്യാസ സഭയാണ് വിസിറ്റേഷൻ സന്യാസ സഭ. ലോകത്തിലെ ഒട്ടുമുക്കാൽ രാജ്യങ്ങളിലും പ്രവർത്തന നിരതമായിരിക്കുന്ന ബൃഹത്തായ ഒരു സന്യാസ സഭയാണ് വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ. അതിന്റെ സ്ഥാപകയാണ് ജെയിൻ ഷന്താൾ. ജെയിൻ ഷന്താൾ മരിച്ച് സഭ വലിയ വിശുദ്ധ എന്ന രീതിയിലെ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷന്താൾ. നമ്മുടെ ഫ്രാൻസിസ് പിതാവാകട്ടെ ജീവിതത്തിന്റെ ഏതാണ്ട് സായാഹ്നത്തിലേക്ക് അടുക്കും തോറും ജെന്റിൽമാൻ ബിഷപ്പ് എന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടാനിടവന്ന ഒരു പിതാവായി തീർന്നു ഫ്രാൻസിസ്. അദ്ദേഹം തന്നെ തന്റെ ആത്മകഥയിലെ കുറിച്ചു വച്ചിരിക്കുകയാണ്. 20-ലേറെ വർഷം നിരന്തരമായിട്ട് ഞാൻ എന്റെ സ്വഭാവപ്രകൃതിയോട് മല്ലിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ ശാന്തപ്രകൃതി നേടിയെടുക്കാൻ സാധിച്ചത് എന്ന്. അങ്ങനെ യോഗ്യനായിട്ടുള്ള ബിഷപ്പ് 54-ാമത്തെ വയസ്സിൽ 1620 ജനുവരി മാസം 24-ാം തീയതി മരിച്ചതോടുകൂടെ അദ്ദേഹം സഭയിലെ യോഗ്യനായിട്ടുള്ള വിശുദ്ധനായിട്ട് അറിയപ്പെടാനിട വന്നു. Gentleman bishop has transformed himself as gentleman saint. ജീവിതത്തിന്റെ സ്വഭാവത്തോട് മല്ലിട്ട് വിജയം കൈവരിക്കാനിട വന്ന ആ മഹാവിശുദ്ധന്റെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിലും ചില വികല്പങ്ങളുണ്ടാകാം, ചില കുറവുകളുണ്ടാകാം. നിരാശരാകാതെ, നഷ്ടധൈര്യരാകാതെ നമുക്കും ആ സ്വഭാവ പ്രകൃതിയെ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടെ നമുക്ക് ഈ പിതാവിനോട്, വിശുദ്ധ സാലസിനോട് തന്നെ മാധ്യസ്ഥം തേടാം. ഇന്ന് എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.